ഈ മാസം അവരുടെ പ്രിയ താരത്തിന്റെ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം. ഒരു സാധാരണ ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുന്ന ഒരു സാധാരണ സിനിമ. ഇതിൽ എന്ത് അസാധാരണമെന്ന് കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. എന്നാലും അവർ പറയുന്നു ഇതൊരു സാധാരണ സിനിമയാണ്. മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു ഇമോഷണൽ ടച്ചൊക്കെ വരുന്ന ഒരു ഗംഭീര ചിത്രം. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു സാധാരണ കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ എത്തുന്ന സിനിമ. ഈ ചിത്രത്തിൽ നിന്നും ചില ഗംഭീര അപ്ഡേറ്റുകൾ ഉടൻ തന്നെ എത്താൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിൽ കാത്തിരിക്കുന്നതും. ഒരു ടീസർ തന്നെ ചിത്രത്തിൻ്റെതായി വരാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ചിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നതും. ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം 6 കോടിയാണെന്നാണ് ചില ഇൻസൈഡ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്ന് ആരാധകർ സൂചിപ്പിക്കുന്നത്. 6 കോടിയുടെ ബജറ്റിൽ വരുന്ന ഒരു മോഹൻലാലിന്റെ ഫീൽ ഗുഡ് സിനിമയാണ് തുടരും എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ചിത്രത്തിന്റെ ഫൈനൽ മിക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തരുന്നതുമുണ്ട്. ജേക്സ് വിജയാണ് ഈ ചിത്രത്തിന് മ്യൂസിക് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കമ്പോസിംഗ് വേളയിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ടീസർ സെൻസറിംഗും കഴിഞ്ഞു, ഫൈനൽ മിക്സിംഗ് കംപ്ലീറ്റഡ് ആയി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരികയാണ്. നിലവിൽ സിനിമ സെൻസർ ചെയ്യാനുള്ള പ്രോസസ്സിംഗിലാണ് ടീം അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റഷ് കഴിഞ്ഞ് അപ്ഡേറ്റ് കൃത്യമായി ഉണ്ടാകുമെന്നാണ് വരുന്നത്. പറഞ്ഞതുപോലെ ഒരു സാധാരണ സിനിമയാണ്, ചെറിയ സിനിമയാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ആസ് എ കോമൺ മാൻ എന്ന സംഭവമാണ് നമുക്ക് മുന്നിലേക്ക് തുടരും എന്ന ചിത്രത്തിലൂടെ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു മോഹൻലാലിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ അവർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന തുടരും എന്ന ചിത്രം. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും തുടരും എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന ചില കോംബോകൾ ഉണ്ടാവുകയാണ്. മോഹൻലാൽ ശോഭന കോംബോ, അതും വലിയൊരു കാത്തിരിപ്പിന് കാരണമാകുന്നു. കൂടാതെ ഈ ചിത്രത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മണിയൻപിള്ള രാജുവും മോഹൻലാലും ഒന്നിക്കുകയാണ്. മോഹൻലാലിനെ കുറിച്ച് അടുത്തിടെ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു പറഞ്ഞ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട്. മലയാള സിനിമയിൽ താൻ കണ്ട ഏറ്റവും കഠിനാധ്വാനിയായ നടനാണ് മോഹൻലാൽ എന്ന് മണിയൻപിള്ള രാജു പറയുകയുണ്ടായി. മലയാള സിനിമയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കഠിനാധ്വാനി മോഹൻലാൽ തന്നെയാണ്. എത്ര വൈകിയാലും എത്ര രാത്രിയായാലും എന്തൊക്കെ ആയാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും അദ്ദേഹം അത് ചെയ്യും. അതിനിടയ്ക്ക് ജോലി സംബന്ധമായ യാത്രകളും മറ്റും ചെയ്യും. എല്ലാം വളരെ കഷ്ടപ്പാടായാലും അദ്ദേഹം ചെയ്യും. പുള്ളി അതെല്ലാം എൻജോയ് ചെയ്യും. ചോദിച്ചാൽ അതെല്ലാം ഒരു രസമല്ലേ എന്ന് പറയും. ഏത് അവസ്ഥയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു പരിചയമില്ലാത്ത ആൾ അഭിനയിക്കാൻ വന്നാലും 2 മിനിറ്റ് കൊണ്ട് കമ്പനിയാകും. മോഹൻലാൽ ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നാൽ പിന്നെ ആ സംവിധായകനെ ലോകത്ത് വേറെ ആരെ വെച്ച് സിനിമ ചെയ്താലും മോഹൻലാലിനോടൊപ്പം ചെയ്തതിന്റെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകില്ല. സംവിധാനവുമായി അത്രയ്ക്ക് സഹകരണമാണ്. മണിയൻപിള്ള രാജു പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ആരാധകർക്കിടയിൽ. അതേ മോഹൻലാലാണ് ഇപ്പോൾ യുവ സംവിധായകർക്കൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളാണ് തരുൺ മൂർത്തി എന്ന തുടരും ചിത്രം ഒരുക്കിയിരിക്കുന്ന സംവിധായകനും. അദ്ദേഹവും മോഹൻലാലിനെ കുറിച്ചുള്ള വാക്കുകൾ പറയുകയുണ്ടായി. തങ്ങൾ ആഗ്രഹിച്ച ഒരു മോഹൻലാൽ ഉണ്ട്. ആ ഒരു മോഹൻലാലിനെയാണ് തുടരും എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു യുവ സംവിധായകരിൽ നിന്നും ഈ കാലഘട്ടത്തിൽ മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും.